പൊതുവേ ഈ ജീവികൾ, കാട്ടിലെ ജീവികളിൽ ഏറ്റവും ഒരു ആക്രമണകാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കരടിയാണ്. കടുവ വെറുതെ വന്ന് ബോധമില്ലാണ്. ചിലപ്പോഴൊക്കെ ഇവൻ മരത്തുമ്പോൾ കയറിയിട്ട് നിറച്ച് തേൻ കുടിച്ച്, തേൻ എന്തോരം ഉണ്ടാവുന്നറിയാം. ഒരു തേനീച്ചക്കൂട് മുഴുവൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-20 ലിറ്ററൊക്കെ തേനുണ്ടായി. അതും ഒറ്റ വലിക്ക് കുട്ടിച്ചിട്ട് അന്തം ഇതപ്പത്തിനും തേനീച്ചകളൊക്കെ കുത്തുമ്പോഴത്തേനും ടക്കൊന്ന് ഈ കൂട് കെട്ടിപ്പിടിച്ചൊന്ന് താഴെ വിട്ട് ഉരുളാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് തേനിൻ്റെ കടിയും ഈ തേൻ്റെ മൊത്തം മറ്റ് തേനീച്ചകളുടെ കടിയും കൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ പെടുന്നത്. നമ്മൾക്ക് ഒരു അറ്റടി അടിയോ അതങ്ങനെയാണ് അത്. അപ്പോൾ ആ സമയത്ത് ഇത് ആക്രമിക്കണം എന്ന് വിചാരിച്ചാലോ അവനങ്ങനെ ഡക്ക് കിട്ട് ഓടുകയാണ്. വേദന ഇപ്പോൾ നമ്മളെ ചില ആൾക്കാർ നമുക്ക് ടക്കൊന്ന് കുത്തി ഓടില്ല. നമ്മൾ പെട്ടെന്ന് കടന്നലൊക്കെ കുത്തിയാലേ ഉള്ളൂ. അത് കട്ട് കഴപ്പുള്ള ഭയങ്കര വേദനയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ കരടികളുടെ മുമ്പിൽ പെട്ടാൽ ഭയങ്കര ഡേഞ്ചറസാണ്. അവർ വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ചതിന് നമുക്ക് ഇപ്പോൾ പറമ്പിക്കുള്ളത്തെ ഒരു കരടി മൂപ്പനുണ്ട്, ഒറ്റടി അടിച്ചിട്ട് ഇത്തരം ഭാഗം മാംസം അടക്കം പൊളിഞ്ഞു പോയി. അപ്പോൾ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇതും ഇതടക്കം തൊളിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് കാണാം, വെള്ള അസ്ഥി കാണാം. അവിടെ ഈയിടയ്ക്ക് മരിച്ചത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസാണ്. ബാക്കി മൃഗങ്ങളൊന്നും അനാവശ്യമായിട്ട് നമ്മൾ ഉപദ്രവിക്കില്ല. അവരൊക്കെ റോയൽ ആനിമൽസാണ്. അവരധികമായിട്ടുള്ള സ്വഭാവം ചെയ്യും. നമ്മളെ കണ്ടാൽ മാറി എന്താണെന്നുള്ളതായിരിക്കും. അതിനൊരു അപകടം ഉണ്ടാവുകയാണ്. ഇപ്പോൾ കിങ് കോബ്ര എല്ലാവർക്കും ഉണ്ട്. ഒരു കിങ് കോബ്ര രാജവെമ്പാല ഒരു ആനയെ കടിച്ചാൽ 10 മിനിറ്റ് ആന മരിക്കും. അത്ര വിഷമുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ കിങ് കോബ്ര കടിച്ചാൽ ആരും ആസ്പത്രിയിൽ എത്തിയിട്ടില്ല. കാരണം കിങ് കോബ്ര നേരത്തെ ആൾക്കാർ പോണ വഴിയിലൊന്നും ഉണ്ടാവില്ല, വഴി ഒതുങ്ങിയേക്കും. പിന്നെ ആൾക്കാർ വരികയാണെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കും, ശബ്ദം ഉണ്ടാക്കും. അതൊക്കെ ഒരു ചീറ്റിലുണ്ട്. ആ ചീറ്റിൽ നമ്മൾ ബോധം കെട്ടിവിടും, ശബ്ദം ഉണ്ടാക്കി ഒരു ചീറ്റിലേറ്റ്. അപ്പോൾ ചീറ്റിലും കഴിഞ്ഞ് എണീറ്റ് നമ്മൾ അത്ര പൊക്കത്തിൽ എണീറ്റ് നിൽക്കാൻ സാധിക്കുമായിരുന്നു. തല ഉയർത്തി കൊണ്ട് നിൽക്കും. 1.5 മീറ്റർ പൊക്കത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ ബോധം കെട്ടി വീഴും. അത് എന്നിട്ടും പിന്നെ അതിനെ ഉപദ്രവിച്ചാലേ അത് കടിക്കുള്ളൂ. അപ്പോൾ അതുപോലെ കടുവ. ഇപ്പോൾ കടുവയൊക്കെ ആണെങ്കിൽ ഒരു മാനയൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്നുറങ്ങണ ഒരു 10 കിലോമീറ്റർ ദൂരെ ഒരു ഗുഹയിലോ പാറപ്പുറത്തായിരിക്കും. എണീറ്റിട്ട് നമ്മളാണെങ്കിൽ അടുത്ത ആളെ പിടിച്ച് തിന്നുമല്ലോ. പിന്നെ അങ്ങനെയല്ല, തലേ ദിവസം കൊന്നിട്ട് വേണ്ടി അവിടെ പോയി കഴിക്കുള്ളൂ. അനാവശ്യമായിട്ട് ആളെ കൊല്ലില്ല. ആ പോണ പോക്കിൽ ഒരു ദുർബലരായിട്ടുള്ള അസുഖമുള്ള മൃഗങ്ങളോ ചെറിയ കുട്ടിമാനോ മുയലൊക്കെ ഉണ്ടെങ്കിലും അതിനെ കഴിക്കില്ല. ടി വിയിലൊക്കെ പലപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടുവ പോകുന്നു, സിംഹം പോകുന്നു, മൃഗങ്ങളൊക്കെ പോകുന്നു, അവനവൻ്റെ വഴിക്ക് പോകും. അവൻ ഇന്നലെ കൊന്നിട്ട സ്ഥലത്ത് പോയി തിന്നും. അത് തീരുന്നവർ അത് തന്നെ തിന്നും. അത് തീർന്ന് ഇനി അടുത്ത വർണ്ണത്തിനെ കൊന്നാലേ രക്ഷയുള്ളൂ എന്ന് വരുമ്പോഴാണ് അടുത്തതിനെ കൊല്ലുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ട് കൊല്ലില്ല എന്നർത്ഥം. ദുഷ്ടന്മാരെ അല്ല, അവർ വളരെ ശിഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളാണ്. മനുഷ്യനാണിത് വീട്ടിൽ തിന്നിട്ടും സായിപ്പിന് തിന്നാൻ വേണ്ടി ഇറച്ചി മേടിച്ച് കയറ്റി അയക്കുന്നു. ഇവിടെ ഇല്ലാണ്ട്, കേരളത്തിലില്ലാണ്ട്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കാളയും പോത്തിനെ മേടിച്ച് വെട്ടി അയക്കുന്നു. ഇവൻ്റെ ത്വരയാണ്. ഇവന് തിന്നാൻ വേണ്ടിയല്ല, സായിപ്പിന് കൊടുത്ത് കാശുണ്ടാക്കാനായിട്ട്. ഇവിടെ മര്യാദയ്ക്ക് കൃഷി ചെയ്യാൻ ഭൂമി കിടക്കുന്നു, കൃഷി ചെയ്യുന്നില്ല. ഇല്ലാത്ത മൃഗത്തിനെ ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കണ്ടിച്ച് അതിനെ കൊന്ന് ഇറച്ചി കയറ്റി അയക്കുന്നു. ദുഷ്ടന്മാരായിട്ട് മാറി. മണ്ണിൽ പണിയെടുക്കാത്ത ആൾക്കാർ മാറ്റി. കൃഷി ചെയ്യാത്തതുകൊണ്ട് ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല, മര്യാദയ്ക്ക് എല്ലാ കൊല്ലം ഒഴുകാത്തത് കൊണ്ടേ. അങ്ങനെ നമ്മുടെ നാട് പരിസ്ഥിതി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദുര കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആർത്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആവാസ വ്യവസ്ഥ, ജീവിതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറേണ്ടതായിട്ടുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ നമ്മൾ വല്ലവരും തടഞ്ഞാൽ അതാണ് കുഴപ്പമെന്ന് പറയും. അതുപോലെ സ്ലോട്ടർ ഹൗസ്, മര്യാദയ്ക്കുള്ള സ്ലോട്ടർ ഹൗസ് ഇല്ല. ഇപ്പം മൃഗങ്ങൾ പട്ടിശല്യമൊക്കെ കൂടുന്നത് അങ്ങനെയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ